ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജ്യോതി ഇനി ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും കാലാകാലം എന്നെ വെറുത്താലും ശരി, ഇപ്പൊ പ്രാധാന്യം ഹരിയുടെ പ്രശ്നത്തിനാ. അത് പരിഹരിക്കാനേ ആ പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിക്കൂ. മോളുടെ ഏട്ടന്റെ സ്വഭാവം അറിയാലോ, എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാനുള്ള തീരുമാനത്തിലാ. പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പണം ഹരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഞാനാണോ ഹരിയാണോ വലുത്? ഇപ്പോ വലിപ്പച്ചെറുപ്പം നോക്കലല്ല കാര്യം. ഈ രണ്ട് കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഹരിയുടെ പ്രശ്നങ്ങൾ തീർത്തേ പറ്റൂ. വാക്ക് കൊടുത്തതിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റില്ല. എങ്ങനെ അമ്മയ്ക്ക് ഇത് എന്നോട് പറയാൻ തോന്നേ? ഞാനൊരു ജീവിതം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. എനിക്ക് എന്തിനാ വന്നത്? അവിടെ നിന്നിട്ട് നിപ്പ് ഉറക്കുന്നില്ല അല്ലേ? അല്ല, നിങ്ങള് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ. സംസാരിച്ചോണ്ടിരിക്കുക. എന്തായാലും വന്നല്ലോ, നിത്യേച്ചിയും കൂടി കേട്ടോ. മനുവിനൊരു പ്രശ്നം ഉണ്ടായിട്ടെ അതിൽ നിന്നും മനുവിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു സഹായം ചോദിക്കാനാ ഞാൻ ഇവിടെ വന്നത്. അപ്പോ അമ്മയ്ക്കത് പറ്റില്ല. പാലക്കാട് കിടക്കുന്ന പ്രോപ്പർട്ടി വിറ്റ് ഹരിയെ സഹായിക്കണമെന്ന്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണല്ലോ. എന്നെക്കാളും എന്റെ ഏട്ടനേക്കാളും ഒക്കെ പ്രാധാന്യം ഇവിടെ നിത്യേച്ചിക്കാണല്ലോ. നിത്യേച്ചിയുടെ കാര്യങ്ങൾ നടന്നിട്ടല്ലേ ബാക്കി ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടൂ. ജ്യോതി, നീ ആവശ്യമില്ലാത്തത് സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കും. ഹരിയേട്ടൻ ബിസിനസ് നടത്തി പൊളിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്റെ കടം വീട്ടാനുള്ള ഉത്തരവാദിത്തം അമ്മയ്ക്കൊന്നും അല്ല. അത് ഹരിയേട്ടൻ അങ്ങ് നോക്കിക്കോണം. ജ്യോതി, നീ വെറുതെ ഓരോന്നും മനസ്സിൽ മുട്ടി നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നവരെയാ അമ്മയ്ക്ക് പ്രിയം. എന്നും എന്നോട് രണ്ടാം തരത്തിലല്ലേ പെരുമാറിയിട്ടുള്ളൂ. അതുകൊണ്ടാ അമ്മയ്ക്കിത് നിഷേധിക്കാൻ തോന്നിയത്. അല്ല മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക. വേണ്ട, അമ്മ ഒരു തീരുമാനം മാറ്റില്ലെന്ന് എനിക്കറിയാം. മനുവിന്റെ ജോലി പോയാലും മനുവിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തായാലും ഇങ്ങോട്ടിനി ഞാൻ വരില്ല. ഞാൻ തെരുവി കിടന്നാലും അമ്മ ഇവരുടെ സുഖം നോക്ക്. മോളെ, നീയൊന്നും എന്നോട് ഇനി ഒന്നും പറയണ്ട. ഞാൻ പോവാ. അമ്മേ, ഹരിയോട് ഞാൻ കാര്യം പറയാം. അമ്മ ജ്യോതിയെ സഹായിക്കണം. അവളെ ഇപ്പൊ എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യത്തോടെ നിൽക്കുന്ന അവളോട് ഞാൻ എന്താ പറയുക? ജ്യോതി ചോദിക്കുന്നത് അവളുടെ അവകാശമല്ലേ അമ്മേ? എന്തവകാശം? കുടുംബം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോ ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു വരുന്ന ചില മക്കളുണ്ട്. അവർക്ക് അവരുടെ കാര്യം മാത്രം ചിന്തിച്ചാ മതി. അമ്മേ, നിത്യമോളെ, ഇക്കാര്യം നീ ഹരിയോടോ അമ്മാവനോടോ പറയാൻ നിൽക്കണ്ട. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. ജ്യോതി ഇനി ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും കാലാകാലം എന്നെ വെറുത്താലും ശരി, ഇപ്പൊ പ്രാധാന്യം ഹരിയുടെ പ്രശ്നത്തിനാ. അത് പരിഹരിക്കാനേ ആ പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിക്കൂ. പിന്നീട് അമ്മ തന്നെ വേദനിക്കേണ്ടി വരും. വേദനിക്കട്ടെ. മക്കളെ പ്രസവിച്ച കുറ്റത്തിന് ഞാൻ വേദനിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. കണ്ടില്ലേ ഒരുത്തൻ മാറി നിന്ന് ചെയ്യുന്നത്? അതുപോലെ
ഇവളും ചെയ്യട്ടെ. തോൽപ്പിക്കട്ടെ എന്നെ. എന്നിട്ട് അമ്മ തല കുനിച്ച് നടക്കുമ്പോ അവര് സന്തോഷിക്കട്ടെ. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി വരികയായിരുന്നു. അപ്പോഴാ അടുത്തത്. എല്ലാം കൂടി എന്ന് അവസാനിക്കൂ.